ഹായ് ഹലോ, എം ജി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഞാനൊരു മരിയ ജോബിൻസാണ്. അപ്പോൾ എല്ലാവരും ഓണാഘോഷങ്ങളൊക്കെ കഴിഞ്ഞ് കാണുമെന്ന് അറിയാം. എങ്കിലും നമ്മുടെ വീട്ടിൽ ചെറിയൊരു ഓണാഘോഷമാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇത്തവണ ഓണാഘോഷത്തിന് എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ പൂവൊക്കെ പറിക്കാൻ പോയത് ഇച്ചാനും ആൾക്കുട്ടി ഏതൻകുട്ടനും കൂടിയാണ്. അവർ ഒരുപാട് പൂവൊക്കെ പറിച്ചുകൊണ്ട് വന്ന് എന്നിട്ടാണ് നമ്മൾ അത്തപ്പൂവൊക്കെ ഇടുന്നത് തന്നെ. അപ്പം ആൾക്കുട്ടി ഏതൻകുട്ടനും രാവിലെ തന്നെ പൂ പറിക്കാൻ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ അത്തപ്പൂക്കളൊക്കെ ഉണ്ടാക്കുന്നത് തന്നെ. ഓണാഘോഷം എന്ന് പറയുമ്പോൾ തന്നെ തലേ രാത്രി മുതൽ നമ്മൾ ഓണത്തിന് വേണ്ടി തിരുവോണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാം തന്നെ റെഡിയാക്കിയൊക്കെ വെക്കാറുണ്ട്. അത് പണ്ടുകാലം മുതലേ നമ്മളങ്ങനെ ചെയ്യുന്നതാണ്. എങ്കിലും നമ്മളും അതുപോലെ തന്നെ എല്ലാവരും ചെയ്യുന്ന പോലെ നമ്മളും ഇത്തവണ എല്ലാം തന്നെ തലേന്ന് എല്ലാം റെഡിയാക്കി വെച്ചിരുന്നു. രാവിലെ തന്നെ നമ്മൾ കറികളെല്ലാം റെഡിയാക്കുന്നു, ആഹാരമെല്ലാം ഉണ്ടാക്കുന്നു. പിന്നെ അതോടൊപ്പം അത്തപ്പൂക്കൾ ഇടുന്നു. അപ്പോൾ നമ്മുടെ കൂടെ ഇത്തവണ അത്തപ്പൂ ഇടാൻ നമ്മുടെ മാളുക്കുട്ടിയും ഏതൻകുട്ടനും ഉണ്ടായിരുന്നു. അനുവും ഏതൻകുട്ടനും മാളുവും അക്കുമൊക്കെ ഒരാഴ്ച മുന്നേ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവരും തന്നെ ഉണ്ടായിരുന്നത് കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി അത്തപ്പൂക്കളമെല്ലാം ഉണ്ടാക്കി നമ്മളെല്ലാവരും ഉച്ചയൂണ്, അതായത് തിരുവോണത്തിൻ്റെ സദ്യ നമ്മൾ വീട്ടിലാണ് എല്ലാവരും കൂടി ഇലയൊക്കെ ഇട്ട് നമ്മൾ ആഹാരം കഴിക്കുന്നത്. തിരുവോണം എന്ന് പറയുന്നത് എല്ലാവരും കൂടി ഇലയിട്ട് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കുന്ന ഒരു ആഘോഷം. അത് പണ്ട് കാലം മുതലേ എല്ലാ വീടുകളിലും നടന്നു വരാറുള്ളതാണ്. അപ്പം ഞാനും അമ്മയാണ് എല്ലാവർക്കും ആഹാരങ്ങളെല്ലാം വിളമ്പി കൊടുക്കുന്നത് തന്നെ. അപ്പോൾ എല്ലാവരും തന്നെ കഴിക്കാനിരുന്നു, ഈ ചാനലെല്ലാം കഴിക്കാനിരുന്നിട്ടുണ്ട്. ഓണത്തിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപാട് കറികളുണ്ട് കേട്ടോ. ഇല നിറയെ നമുക്ക് കറികളൊക്കെ വയ്ക്കുന്നതാണ് ഒരു സന്തോഷമാണ് കേട്ടോ. അതായത് പരിപ്പ്, പപ്പടം, അവിയൽ, സാമ്പാർ, മോര്, പച്ചടി, കിച്ചടി, ഇഞ്ചി അച്ചാർ, മാങ്ങ അച്ചാർ, അങ്ങനെ ഒരുപാട് കറികളുണ്ട് കേട്ടോ. ഇതെല്ലാം പിന്നെ പായസം, 3 തരം പായസമൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അടപ്രഥമനും അല്ലാത്ത അരിപ്പായസം, സേമിയ പായസം, ഇതെല്ലാം കൂടിയാണ് നമ്മൾ ഇന്നത്തെ ഈ ഓണാഘോഷം നമ്മൾ ആഘോഷിച്ചത്. അപ്പോൾ എല്ലാവരും കഴിച്ച് കഴിഞ്ഞ് പിന്നെ ഞാനും അമ്മയും കൂടി ഇരുന്നത്. അവരെല്ലാവരും കൂടി നമുക്ക് വിളമ്പിയെല്ലാം തന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ആയിരുന്നു ഇരുന്ന് ഓണം കഴിക്കുന്നത് തന്നെ. പിന്നെ എല്ലാവരും കൂടി നമ്മൾ ഫോട്ടോസെല്ലാം എടുത്ത് നമ്മുടെ കൂടെ ടോം പാപ്പനും ആൻറ്റിയും ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ മാൾക്കുട്ടിയും മേദനയും ചായനും കൂടെയാണ് പൂവെല്ലാം പറിക്കാനൊക്കെ പോയത്. അവർ കൊണ്ട് അത്തപ്പൂവൊക്കെ ഉണ്ടാക്കാനെല്ലാം റെഡിയാക്കിയത്. അപ്പോൾ നമ്മളിനി ഈ ഒരു ഓണം എല്ലാ ആഘോഷങ്ങളും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയ ഒരു ഓണാഘോഷമായിരുന്നു തന്നെ പറയാം. അപ്പോൾ നാളെ തന്നെ നമ്മുടെ ഏതൻകുട്ടനും അനുവും കൂടെ പോവുകയാണ്. അവർ അങ്കമാലി വീട്ടിലേക്ക് പോകും. അവർ ഓണം ആഘോഷിച്ചിട്ട് ഇവിടുന്ന് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നിങ്ങൾ തരുന്ന എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നിങ്ങൾ തുടർന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയൊരു പുതിയൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും സ്നേഹത്തോടെ ഹാപ്പി ഓണം. പുതിയൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.